2 ടേബിൾ സ്പൂണോളം മല്ലിയില ചോപ്പ് ചെയ്തതും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിത് ഓവനകത്തിലാണ് ഉണ്ടാക്കുന്നത്. ഓരോന്നോരോന്ന് ചെറുതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് പരത്തുകയാണ്. ഇപ്പം 2 മണിക്കൂറിന് ശേഷമുള്ള മാവാണിത്. നന്നായിട്ട് കുതിർന്ന് വീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവൊന്ന് കുഴച്ചതിന് ശേഷം അത് 2ആക്കി എടുക്കാം. എന്നിട്ട് ഈ 2 പീസും ബട്ടർ പേപ്പറിലേക്ക് പരത്തുകയാണ്. അല്പം എണ്ണ തൊട്ടിട്ടാണ് ഞാനിത് പരത്തുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഹൈപ്പ് കാണാം, അതുകൊണ്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക.